അമ്മമാരേൽപ്പിച്ചു കൊടുത്തത് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും രാഹുകാലത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് സർക്കാർ അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു രാഹുകാലത്തിലാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നു. കാരണം അധികാരത്തിലേറിയ നാളു തൊട്ട് ഇന്നു വരെ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഇല്ലാത്ത തരത്തിലുള്ള ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും ദുരന്തത്തിലൂടെയും മാത്രം കടന്നു പോകാൻ വിധിക്കപ്പെട്ട ഒരു ജനതയായിട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് മാറേണ്ടി വന്ന ഗതികേടിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഇത്തവണ ഏപ്രിൽ 6-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. 2018 പ്രളയം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് സാധാരണമായിരിക്കും. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ ഉണ്ടാകുന്നത് അത്ര അസ്വാഭാവികതയൊന്നും നമ്മൾ അതിൽ കണ്ടില്ല. പക്ഷേ 2019 വീണ്ടും പ്രളയം വന്നപ്പോൾ നമ്മളൊക്കെ അമ്പരന്നു പോയി. ഓഖി വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു. അങ്ങനെ ദുരന്തങ്ങൾക്ക് പുറകെ ദുരന്തങ്ങൾ ഓരോന്നായിട്ട് ഈ നാടിന് മുകളിൽ പതിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ചിന്തിച്ചു പോകുന്നതിൽ ആർക്കും ഒരു തെറ്റും പറയാനാവുകയില്ല. ഈ നാടിന് നേതൃത്വം കൊടുക്കുന്നവരുടെ അവരുടെ ആ തരത്തിലുള്ള ഗതികേട് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഈ നാടിനോടുള്ള പ്രതിബദ്ധതയില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടത് എന്ന് ഒരു ജനത ചിന്തിച്ചു പോയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധ്യമാവുകയില്ല. നമ്മൾ കണ്ടു 9 വയസ്സും 13 വയസ്സും പ്രായമായ തൻ്റെ 2 പെൺമക്കൾ, അവരുടെ ജീവൻ എങ്ങനെയാണ് ഇല്ലാതായത് എന്ന് തനിക്കറിയണം, അവരെ ആരാണ് ബലാത്സംഗം ചെയ്തത് എന്ന് തനിക്കറിയണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തലമുണ്ഠനം ചെയ്തുകൊണ്ട് ഒരമ്മ കേരളത്തിലൂടെ നടക്കാൻ തുടങ്ങിയത് നമ്മൾ കണ്ടു. ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ ഈ കേരളത്തിൽ സംഭവിക്കുന്നതാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിച്ചത്. ലോകത്തെവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ കള്ളക്കടത്തിന് കേന്ദ്രമായിട്ടുള്ളത് ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ അതിന് സത്യമാണ് എന്ന് വെളിച്ചത്ത് കൊണ്ടുവരുന്ന തരത്തിലുള്ള തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നത് ഈ ലോകത്തില് കേരളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമാകുമോ? സ്വപ്ന പറയുന്നു 21ലേറെ തവണയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സഖാവ് സ്പീക്കർ ശ്രീരാമകൃഷ്ണനും ഒക്കെ ചേർന്നിട്ട് താൻ ഈ നാട്ടിൽ കള്ളക്കടത്ത് നടത്തിയത് എന്നൊരു സ്ത്രീ ധൈര്യസമേതം പറയാൻ തയ്യാറാകുമ്പോൾ അത് കള്ളമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇത് ലോകത്ത് വേറെ എവിടെയെങ്കിലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണോ? ഇത്തരത്തിലുള്ള ഈ നാണം കെട്ട കഥകളുടെ മുൻപിൽ നിന്നുകൊണ്ടാണ്, ഈ നാണം കെട്ട വസ്തുതകളുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏപ്രിൽ 6-ാം തീയതി നാം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അഭിമാനത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്, അതിനുള്ള അവസരമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തേണ്ടത്. ഇത് പറയുമ്പോൾ നമ്മളിൽ പലരും ആലോചിക്കുന്നുണ്ടാകും, ഞാനൊരു വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന BJPയുടെ അമരക്കാരൻ ശ്രീ VV രാജേഷിന് കൊടുത്തതുകൊണ്ട് ഈ നാട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകുമോ എന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും. മറിച്ച് BJPക്ക് ഞാൻ ഒരു വോട്ട് കൊടുക്കുന്നത് വഴി നമ്മുടെ പ്രതികാമ ശക്തികൾക്ക് വളരാനുള്ള അവസരമല്ലേ നമ്മൾ ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു ഭൂരിഭാഗം ജനത നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. സത്യമാണ്. പക്ഷേ നമുക്കറിയാം, ഇതിനു മുൻപും പലതവണ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന 2010 തിരഞ്ഞെടുപ്പിലൊക്കെ ഫലം വരുന്ന സമയത്ത് നമുക്കറിയാം ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നവർ 5 അക്കം കടന്നു, 10,000-ലധികം വോട്ട് എവിടെയൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ 5 വിരലുകളിൽ ഒതുങ്ങുമായിരുന്നു നമ്മുടെ കണക്കുകൾ.
പക്ഷേ അത് കഴിഞ്ഞ തവണ അങ്ങനെയല്ലായിരുന്നു. 124 മണ്ഡലങ്ങളില് 10,000-ലധികം വോട്ടുകൾ നേടാൻ സാധിച്ച ഒരു അത്ഭുതപൂർവമായിട്ടുള്ള വളർച്ച നേടിയെടുക്കാൻ സാധിച്ച പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം. നമ്മൾ കണക്കുകളിലേക്കാണ് നോക്കേണ്ടത്. നമുക്കറിയാം, പല കണക്കുകളും കേൾക്കുന്ന സമയത്ത് നമ്മളുടെയൊക്കെ കിട്ടുന്ന വോട്ട് ഷെയർ വളരെ കുറവാണ് എന്ന് വേദനയോടുകൂടി ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനൊരു കാരണമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഞങ്ങൾ കൊടുക്കുന്ന വോട്ട് BJPക്കാണ് എങ്കിൽ അത് ഉപകാരമില്ലാതെ പോകും. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു കാലത്തും ഈ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയില്ല എന്ന ചിന്തയുടെ പുറത്തു നിന്നുകൊണ്ടായിരുന്നു പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഇടതിനും വലതിനും മാറി മാറി വോട്ട് കുത്താൻ വേണ്ടിയിട്ടുള്ള ഗതികേട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, ഒറ്റക്കെട്ടായിട്ടു നിന്നാൽ, നമ്മൾ നമ്മുടെ അഭിമാനത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നാൽ നമ്മുടെ സമ്മതിദാനാവകാശം ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുവാൻ നമ്മൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഈ നാട്ടിലും താമര വിരിയുക തന്നെ ചെയ്യുമെന്ന് അഭിമാനത്തോടു കൂടി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞവരാണ് കേരളത്തിന്റെ ജനത. റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ നാട്ടിൽ നടത്തിയ വികസനങ്ങൾ, പ്രതിരോധ വകുപ്പ് സഹമന്ത്രിയായിരുന്ന സമയത്ത് ഈ കേരളത്തിനോട് കാണിച്ച കരുതല്, അതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു കേരളത്തിന്റെ നിയമസഭയിലേക്ക് ആദ്യമായിട്ടൊരു താമര വിരിയുകയാണെങ്കിൽ അത് ശ്രീമാൻ O രാജഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ രാജേട്ടനായിരിക്കണമെന്ന ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിയമത്തിന്റെ ജനത കാണിച്ച ആർജവമാണ്, കരുത്താണ് നമുക്ക് സന്ദേശമായിട്ട് നമ്മുടെ മുൻപിൽ ഉണ്ടാകേണ്ടത്. ഈ കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെ താമര വിരിയുന്നത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്തായിരിക്കണമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. നമ്മുടെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സമ്മതിദാനാവകാശം വേറൊരാൾക്കും കൊടുക്കുവാൻ നമ്മൾ തയ്യാറല്ല എന്ന ഉറച്ച തീരുമാനവുമായിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ വോട്ട് ഇത്തവണ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീമാൻ BB രാജേഷിനെ ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയായിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ എത്തിക്കും എന്ന ദൃഢനിശ്ചയവുമായിട്ടായിരിക്കണം ഇത്തവണ നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. നമ്മൾ ആലോചിച്ചു നോക്കണം, വികസനത്തിനുള്ള അവകാശം നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. അത് കേരളത്തിന് മാത്രമാണ് ഇന്ന് ഈ ഭാരതത്തിൽ നിഷേധിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകേണ്ടത്. 2022 സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നീണ്ട 75 വർഷക്കാലം നമ്മൾ എത്തുന്ന സമയത്ത് ഇത്രമാത്രം മാനുഷിക വിഭവശേഷി കയ്യിലുണ്ടായിട്ട്, ഇത്രമാത്രം പ്രകൃതി വിഭവങ്ങളാൽ കനിഞ്ഞനുഗ്രഹിച്ച ഭൂപ്രകൃതി ഉണ്ടായിട്ട്, ലോകത്തെ ഏറ്റവും വലിയ യുവജന ശക്തി കയ്യിലുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമയത്തും വികസനത്തിന്റെ കാര്യത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദരിദ്ര നാരായണന്മാരുള്ള ഇന്ത്യയായിട്ട്, ഭാരതമായിട്ട് നമുക്ക് അധപ്പതിച്ച് കിടക്കേണ്ടി വരുന്നു? അതിന് കാരണക്കാരാരാണ് എന്ന തിരിച്ചറിവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. ഈ 75 കൊല്ലം എത്താൻ പോകുന്ന ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ നീണ്ട 68 വർഷക്കാലം നമുക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിച്ചു തരുന്ന സമയത്ത് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു ഈ രാജ്യത്തിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ സ്വപ്നം രാമരാജ്യം എന്ന് പറയുന്ന കാഴ്ചപ്പാടായിരുന്നു. ഈ രാജ്യത്തില് ഗ്രാമസ്വരാജ് നടപ്പിലാക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഈ നാട്ടില് ശുചിത്വമുള്ള ജനതയായിരിക്കണം അധിവസിക്കേണ്ടത്. അവർക്ക് ശുചിത്വ ബോധത്തോടുകൂടി ജീവിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഈ രാജ്യത്തിന്റെ ആത്മാവ് ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ട് ഗ്രാമവൽക്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട ഗാന്ധിജിയെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ചിന്തകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വന്ന ഞാൻ ഗാന്ധിജിയുടെ ശിഷ്യനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ അവസരത്തിനെ മുതലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട
ശ്രീമാൻ ജവഹർലാൽ നെഹ്റു തൊട്ട് ശ്രീമാൻ മൻമോഹൻ സിംഗ് വരെയുള്ളവര് ഗാന്ധിജി വിഭാവനം ചെയ്ത സ്വപ്നങ്ങൾക്ക് തികച്ചും ഘടകവിരുദ്ധമായ നിലയിലായിരുന്നു ഈ രാജ്യത്തിനെ ഇത്രയും കാലം കൊണ്ടുപോയിരുന്നത് എന്ന തിരിച്ചറിവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം ആർക്കാണ് രേഖപ്പെടുത്തേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. നമ്മൾ കണ്ടു 2014 വ്യക്തമായ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വരുന്ന ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയെ 2014 നമ്മൾ കണ്ടു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റ് ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന സമയത്ത്, ഒരു ആരാധനാലയത്തിലേക്ക് കടക്കുന്ന സമയത്ത് എത്ര ഭക്തിയോട് കൂടിയാണ്, ആദരവോട് കൂടിയാണ്, ബഹുമാനത്തോടു കൂടിയാണ് ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അതേ ഭക്തിയോടും ആദരവോടും കൂടിയിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അതിനകത്തേക്ക് കടന്നിരുന്നു കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടല്ല, മറിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രധാന സേവകനായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ നാടിന് ഗാന്ധിജി സ്വപ്നം കണ്ട് ഇന്ത്യയെ സമ്മാനിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഈ രാജ്യത്തിനോട്, ഈ രാഷ്ട്രത്തിനോടുള്ള ഉത്തരവാദിത്വം. എന്റെ ദൗത്യം എന്ന് പറയുന്നത് അദ്ദേഹം വിഭാവനം ചെയ്ത സ്വച്ഛ ഭാരത് ഇവിടെ നടപ്പിലാക്കുക. നമുക്കറിയാം, ഈ രാജ്യത്തെ സ്ത്രീകളുടെ കരുത്തില്, കഴിവില് ആദ്യം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച നേതാവ് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ നാട്ടിലെ സ്ത്രീകളുടെ കരുത്തിനെയും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അവരാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചിരുന്ന മഹാനായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാഗാന്ധി. അദ്ദേഹത്തിനു ശേഷം അതേ വാക്കുകള് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളായിട്ട് പുറത്തു വന്നത് അദ്ദേഹം ആദ്യമായിട്ട് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനതയെ അഭിസംബോധന ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്, ഈ രാജ്യം ആഗ്രഹിക്കുന്നത് വികസനമാണെങ്കിൽ, ഈ രാജ്യം ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനതയുടെയും പട്ടിണി ഇല്ലാതാക്കാനാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ രാജ്യം ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ഒരാൾ പോലും ഈ രാജ്യത്തുണ്ടാകരുത് എന്നാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത് എങ്കിൽ, ഈ നാട്ടിലെ അമ്മമാരുടെ കരുത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് 50% വരുന്ന ഈ നാട്ടിലെ അമ്മമാരെയും കൂടി വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഗാന്ധിജി വിഭാവനം ചെയ്ത ആ ഭാരതത്തിനെ, ആ ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ അമ്മമാരുടെ കരുത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. അവരെയും കൂടി ഈ നാടിന്റെ വികസന പ്രക്രിയയിൽ നമ്മൾ പങ്കാളികളാക്കണമെന്ന് ഒരു പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് പ്രഖ്യാപിച്ച സമയത്ത് അത് വെറും വാക്കുകളായിട്ടാണ് പലരും വിചാരിച്ചത്. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ നാടിന് നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സർക്കാരിന്റെ ഗവൺമെന്റ്, ദേശീയ ജനാധിപത്യ സർക്കാർ ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള ഓരോ പദ്ധതികളിലൂടെയും കണ്ണോടിക്കുന്ന സമയത്ത് എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സമീപനമായിരുന്നു. ഈ നാടിന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ നാട് എന്തായിരുന്നുവോ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നത്, ഈ നാട്ടിൽ എന്തായിരുന്നുവോ യഥാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടിയിരുന്നത്, അത്തരത്തിലുള്ള പദ്ധതികൾ ഓരോന്നായിട്ട് ഈ നാട്ടിൽ നടപ്പിലാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവസാനത്തെ വരിയിലെ അവസാനത്തെ ആളിന് പോലും ഈ നാട്ടിൽ എല്ലാ തരത്തിലുള്ള സമാധാനവും ഉണ്ടാക്കുന്നത് വരെ നമുക്ക് വിശ്രമിക്കാൻ സാധ്യമാവുകയില്ല എന്ന് പ്രഖ്യാപിച്ച് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണം ഏപ്രിൽ 6-ാം തീയതി നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. നമ്മൾ ആലോചിച്ചു നോക്കണം, സ്വപ്നത്തിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നോ കേന്ദ്ര സർക്കാരിന്റെ 1 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന്? എപ്പോഴെങ്കിലും സ്വപ്നം കാണാനെങ്കിലും സാധിച്ചിരുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? ശ്രീമാൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു, ജൻധൻ അക്കൗണ്ട് പ്രഖ്യാപിച്ചു. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിലേക്ക് ചെന്ന് എനിക്കൊരു അക്കൗണ്ട് വേണമെന്ന് ഇവിടുത്തെ ഒരു ദരിദ്ര നാരായണൻ പറഞ്ഞാൽ പുച്ഛത്തോടുകൂടി അവനെ നോക്കി 2 പരിചയക്കാരെ കൊണ്ടുപോവാ, പിന്നെ ആ അക്കൗണ്ടിൽ നിനക്ക് മിനിമം ബാലൻസ് 1500 രൂപയും
2000 രൂപയും ഒക്കെ നിക്ഷേപിക്കാനുള്ള കാശ് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് പുച്ഛത്തോടുകൂടി ഈ നാട്ടിലെ സാധാരണക്കാരനായവരെ കണ്ടിരുന്ന ഒരു കാലം ഈ നാട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത്, 1 രൂപ പോലും അക്കൗണ്ടിലിടാതെ ഈ നാട്ടിലെ ഏത് ദേശസാൽകൃത ബാങ്കിലേക്കും കടന്നു ചെന്നുകൊണ്ട് അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള അവകാശം ഈ നാട്ടിലെ ഓരോ പൗരനുമുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം വന്ന സമയത്ത് ഈ നാട്ടിലെ ജനത അതിനെ തള്ളിക്കളയും. ഇത്തരത്തില് ബാങ്കുകളിൽ പോയി അക്കൗണ്ട് തുടങ്ങാനുള്ള മനസ്സൊന്നും ഈ നാടിന്റെ ജനതയ്ക്ക് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അതിനെ കളിയാക്കി നിന്ന സമയത്ത് നമ്മൾ കണ്ടു, വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ നാടിന്റെ ഭൂരിഭാഗം ജനതയും ഭാരതത്തിലെ ബാങ്കുകളിലേക്ക് ഒഴുകിയെത്തിയിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അവിടെയല്ല അതിന്റെ പ്രസക്തി. 1 രൂപ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടും ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന അമ്മമാര് അവർ പലവ്യഞ്ജനത്തിന്റെ പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്ന, അരിപ്പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്ന, ചെറിയ കുടുക്കകളിൽ ഇട്ട് സൂക്ഷിച്ചിരുന്ന അവരുടെ ചെറിയ സമ്പാദ്യങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് അവർ ആ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയ ബാങ്കുകളിൽ നിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി. കാരണം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, ആ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന 10 വർഷക്കാലത്തിന്റെ ഓർമ്മ നമ്മുടെയൊന്നും മനസ്സിൽ നിന്ന് ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. UPA-യുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന 10 വർഷക്കാലം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസയെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയായിട്ട് കൽക്കരിയുടെ പേരില്, 2Gയുടെ പേരില്, ആദർശ് ഫ്ലാറ്റിന്റെ ഒക്കെ പേരില് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയ, കുംഭകോണങ്ങൾ നടത്തിയ 10 വർഷക്കാലത്തിന്റെ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ഇനിയും ഇത് ഈ നാട്ടിൽ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദിയെ ഈ ഭാരതത്തിന്റെ ജനത തങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത്. പക്ഷെ അദ്ദേഹം ആവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ നാടിന്റെ വികസന പ്രക്രിയയിൽ ഞങ്ങളെ കൊണ്ടാവും വിധം പങ്കാളികളാകാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാണ്. ഞങ്ങളുടെ കയ്യിലുള്ള ചില്ലി കാശായിക്കൊള്ളട്ടെ, അതുപോലും ദേശസാൽകൃത ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. താങ്കൾ ഞങ്ങളോട് സീറോ ബാലൻസ് അക്കൗണ്ടാണ് തുടങ്ങാൻ പറഞ്ഞതെങ്കിലും അതിൽ പണം നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങളുടെ പണം സുരക്ഷിതമാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ അത് താങ്കൾക്ക് ചെയ്യാമെന്ന് ഉറപ്പോട് കൂടിയിട്ടാണ് കോടിക്കണക്കിന് വരുന്ന അമ്മമാര് കോടികൾ കൊണ്ടുവന്ന് ഈ നാട്ടിലെ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ തയ്യാറായത്. അത് ശ്രീമാൻ നരേന്ദ്രമോദിയോടുള്ള വിശ്വാസമായിരുന്നു. അന്നും നമ്മൾ ചിന്തിച്ചില്ല കേന്ദ്ര സർക്കാരിന്റെ 1 രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന്. പക്ഷെ നമ്മൾ കണ്ടു, അദ്ദേഹം പറഞ്ഞു, ഈ നാടിന്റെ നട്ടെല്ല് കർഷകനാണ്. ഈ നാടിന്റെ പുരോഗതി, ഈ നാടിന്റെ വികസനം, അതിന് കർഷകനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമാവുകയില്ല എന്ന് ശ്രീമാൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഓരോ വർഷവും 2000 രൂപ വീതം 6000 രൂപ കർഷകന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെ അഭിമാനത്തെ ഉണർത്തുവാൻ വേണ്ടിയിട്ട്, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ ജനത തയ്യാറാകേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് എന്ന തിരിച്ചറിവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വേണം പുതിയ കേരളം മോദിക്കൊപ്പമാണ് എന്ന മുദ്രാവാക്യത്തിനെ മനസ്സിലിട്ട് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് വേണം ഈ വരുന്ന ഏപ്രിൽ 6-ാം തീയതി നമ്മുടെ സമ്മതിദാനാവകാശം, നമ്മുടെ ചൂണ്ടുവിരലിന്റെ അറ്റത്ത് ഒരു തുള്ളി മഷി പുരട്ടി ശ്രീമാൻ B രാജേഷിന് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അത് നമ്മുടെ കടമയാണ്. കാരണം അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഓരോ വികസന പ്രക്രിയയുടെയും പങ്കാളികളാകാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട ഒരു ജനതയായിട്ട് നമ്മൾ മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ കേന്ദ്ര പദ്ധതികളും കേരളത്തിലേക്ക് വരുന്ന സമയത്ത് വെള്ളം ചേർക്കപ്പെടുന്നു. ഈ നാട്ടിൽ കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ഒരാൾ പോലും ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്നത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഈ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ലൈഫ് മിഷൻ എന്ന പേരിൽ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായവർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കാൻ എന്ന പേരിൽ ലൈഫ് മിഷൻ പദ്ധതി പേര് മാറ്റി കേരളത്തിൽ
നടപ്പിലാക്കിയിട്ട് എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഈ കേരളത്തിൽ നടന്നത് എന്നത് ദുഃഖത്തോടുകൂടി മനസ്സിലാക്കേണ്ടി വന്ന ഗതികേടിന്റെ മുൻപിൽ നിൽക്കുന്നവരാണ് നമ്മൾ എന്ന തിരിച്ചറിവിലായിരിക്കണം നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. ഇത്തരം ഒരു അവസ്ഥ ഇനി കേരളത്തിൽ ഉണ്ടാകരുത്. കഴിഞ്ഞ ഈ സ്വാതന്ത്ര്യത്തിന് 1956 ശേഷം നമ്മെ മാറി മാറി ഭരിച്ച ഇടതനും വലതനും അവരുടെ പോക്കറ്റ് വീർപ്പിക്കുകയല്ലാതെ ഈ നാടിന്റെ പുരോഗതിയും വികസനവും അവരുടെ അജണ്ടയെ അല്ലായിരുന്നു എന്ന തിരിച്ചറിവിനെ കൈമുതലാക്കിയിട്ട് വേണം നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. സ്വന്തം അമ്മയ്ക്ക് ഒരു തലവേദന വന്നാൽ 50 പൈസ കൊടുത്ത് ഒരു ഗുളിക വാങ്ങി കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള കെട്ടുകണക്കിന് സർട്ടിഫിക്കറ്റുകൾ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം ഇന്നും ആയിരക്കണക്കിന് ആളുകൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു തൊഴിലിന് വേണ്ടിയിട്ട് കിടന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ മുൻപിൽ യാചിക്കേണ്ടി വരുന്ന ഗതികേടിനുള്ള ഉത്തരവാദികള് നമുക്ക് മാറി മാറി ഭരണ നേതൃത്വം നൽകിയ ഇടതനും വലതനുമാണ്. ഇത്തരം ഒരു ദുരവസ്ഥ ഇനി ഈ കേരളത്തിലെ യുവത്വത്തിന് ഉണ്ടാകരുത്. പിൻവാതിൽ നിയമനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകരുത്. രാവിലെ പകലാക്കി പഠിച്ച് PSCയിൽ 1ാം റാങ്കും 2ാം റാങ്കും നേടിയിട്ട് വെറും നോക്കുകുത്തികളായിട്ട് ജീവിതം അവശേഷിപ്പിക്കേണ്ടി വരുന്ന ഗതികേട് ഈ നാട്ടിലെ യുവത്വത്തിന് ഇനി ഉണ്ടാകരുത് എന്ന തിരിച്ചറിവോട് കൂടിയായിരിക്കണം നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. ഈ ഭാരതത്തിൽ നടപ്പിലാക്കുന്ന ഓരോ വികസന പദ്ധതികളുടെയും അവകാശം അതിൻ്റെ ഗുണഭോക്താക്കളാകുവാൻ നേരിട്ടുള്ള ഉപഭോക്താക്കളാകുവാനുള്ള അവസരം നമുക്കിനി നിഷേധിക്കപ്പെടരുത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. നമുക്കറിയാം, ഒരസുഖം വന്നാൽ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ കെട്ടുറപ്പ് തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ എത്തിച്ചേരാറുണ്ട്. കാരണം ഒരു വലിയ മാരക രോഗത്തിനെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കയറി ഇറങ്ങി ചികിത്സിച്ച് ഭേദമാക്കാനുള്ള അവസ്ഥയൊന്നും ഈ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന ജനതയ്ക്കും ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. അവിടെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ഈ ഭാരതത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും നൽകുവാൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം വന്ന സമയത്ത് നമ്മൾ കണ്ടു, കേരളത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് വലുതായിട്ട് ചർച്ച ചെയ്തില്ല. പക്ഷെ ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ദേശീയ ആ പ്രാധാന്യത്തോടുകൂടി ഭാരതത്തിൽ ഇതെന്താണ് നടക്കുന്നത്, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ മാനുഷിക വിഭവശേഷിയുള്ള ഒരു രാജ്യത്തിന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുവാൻ എങ്ങനെ സാധിക്കുന്നു? 130 കോടിയിലധികം ജനത അധിവസിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ തലവന് എങ്ങനെയാണ് സ്വന്തം രാജ്യത്തെ ഈ ജനതയ്ക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യത്തിന്റെ പരിരക്ഷ കൊടുക്കാൻ സാധിക്കുമെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് എന്ന് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ളവര് അത്ഭുതം കൂറി നിൽക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും കേരളത്തിൽ നടന്നില്ല. ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടുപുറകെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ പ്രഖ്യാപിച്ചു ആ പദ്ധതിയൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷേ കേരളത്തില് ആത്മാഭിമാന ബോധമുള്ള കേരളത്തിന്റെ ജനത അന്തസ്സോട് കൂടിയിട്ട് ആ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ ആരംഭിച്ച സമയത്ത് അവർക്കതിന്റെ രേഖകൾ കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് തപാലിൽ അവരുടെ വീടുകളിലേക്ക് എത്തിയ സമയത്ത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് മനസ്സിലായി താൻ കളിക്കുന്നത് തീ കൊണ്ടാണ്. ഇത്തരത്തിൽ വികസനത്തിന്റെ ആ നയം ഈ നാട്ടിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസനത്തിന്റെ ഗുണഭോക്താക്കളാകാനുള്ള അവസരം കേരളത്തിന് നിഷേധിക്കുകയാണെങ്കിൽ അത് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുന്നത് പോലെ ആയിരിക്കുമെന്ന തിരിച്ചറിവുണ്ടായിരുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അത് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. നമുക്ക്
നമുക്കറിയാം, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്നാൽ അത് കാരുണ്യ എന്ന പേരിലും പല പേരുകളിലും നമുക്ക് ആ പദ്ധതി ലഭ്യമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ. 6 മാസങ്ങൾക്ക് മുൻപ് അച്ഛനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇത്തരത്തിലൊരു പദ്ധതിയിൽ അംഗമായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ തുണ്ടുകടലാസ് കയ്യിലുണ്ട് എന്ന് അമ്മ പറഞ്ഞതിനെ എടുത്ത് കാണിച്ച സമയത്ത് ഇതും കൊണ്ട് നിങ്ങൾ ആ കൗണ്ടറിലേക്ക് ചെന്നാൽ മതി എന്ന് കേട്ട് ആ കൗണ്ടറിലെത്തിയതിനു ശേഷം 1 മാസക്കാലം മെഡിക്കൽ കോളേജിൽ കിടന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ട് അവിടെ എത്തിപ്പെടേണ്ട ഗതികേട് വന്ന എൻ്റെ അച്ഛൻ്റെ മുഴുവൻ ആരോഗ്യ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നായിരുന്നു എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഇത്തരത്തിലുള്ള എത്രമാത്രം പദ്ധതികൾ കേരളം വളരെ മുൻപന്തിയിൽ തന്നെയാണ്. അത് നമുക്ക് ഈ നമ്മളെ മാറി മാറി ഭരിച്ച ഇടതിൻ്റെയും വലതിൻ്റെയും ഒന്നും ഔദാര്യമല്ല. കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളിലും, അത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലാകട്ടെ, ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിലാകട്ടെ, ശുചിത്വ ബോധത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഒക്കെ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയായിരുന്നു കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥ അതായിരുന്നില്ല. ജനിച്ചു വീഴുന്നത് ഒരു പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ആ നിമിഷം അവളുടെ കുഞ്ഞിളം ചുണ്ടിലേക്ക് കള്ളിപ്പാലയുടെ ചാറിറ്റിച്ചു കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പിടി ധാന്യമണികൾ ആ പിഞ്ചിളം വായിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടോ അവളുടെ ജീവൻ ഇല്ലാതാക്കേണ്ടി വരുന്ന, ഗതികേടുമായി ജീവിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് അച്ഛനും അമ്മയുമുള്ള നാടായിരുന്നു ഈ ഭാരതത്തിന്റെ നാട് എന്ന് പറയുന്നത്. 10 മാസം വയറ്റിൽ ചുമന്ന് പിറന്നു വീഴുന്ന കുഞ്ഞിനോട് സ്നേഹമില്ലായ്മ കൊണ്ടല്ല അവർക്കത് ചെയ്യേണ്ടി വന്നത്. ഈ നാട്ടിലെ സാമൂഹിക സാഹചര്യത്തിൽ അവർക്കൊരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കേണ്ടി വരുന്ന സമയത്തുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള കഴിവില്ലായ്മ കൊണ്ടായിരുന്നു അത്തരത്തിൽ പെൺകുട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വരുന്ന മാതാപിതാക്കൾ തയ്യാറായത്. ഇത് മനസ്സിലാക്കിയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഒരച്ഛന്റെ കരുതലോട് കൂടിയിട്ട്, ഒരു മുത്തച്ഛന്റെ വാത്സല്യത്തോട് കൂടിയിട്ട് ഈ നാടിനോട് പ്രഖ്യാപിച്ചു, ഈ നാടിന്റെ പെൺകുട്ടികൾ നമ്മുടെ ദുർഗമാരാണ്, നമ്മുടെ ലക്ഷ്മിയാണ്. അവരെ വളർത്തി വലുതാക്കി അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെപ്പിച്ചുകൊണ്ട് അവരെ അനന്ത വിഹായസിലേക്ക് പറത്തി വിടുന്നതിനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്ന ഗതികേട് ഈ നാട്ടിൽ ഇനിയും ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പെൺകുട്ടികളെ പഠിപ്പിക്കൂ, പെൺകുട്ടികളെ രക്ഷിക്കൂ. സുകന്യ സമൃദ്ധി യോജന പോലെയുള്ള പദ്ധതികൾ, നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ തുക ഒരു പെൺകുട്ടി ഉണ്ടാകുന്ന ആ സമയം തൊട്ട് പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നല്ല പലിശയോട് കൂടിയിട്ട് അതിന് ഇരട്ടിയിലധികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ ഈ നാടിന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് അവളുടെ വിദ്യാഭ്യാസ ചിലവ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, അവൾക്ക് സ്വപ്നം കാണുന്നത് എന്താണോ ആ സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഈ നാടിന്റെ സർക്കാരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ഓരോ അച്ഛന്റെയും അമ്മയുടെയും കൈ പിടിക്കുന്ന ഒരു സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് അഭിമാന ബോധത്തോടുകൂടി തങ്ങളുടെ സ്വപ്നത്തിനെ നടത്തിക്കുവാനുള്ള അവസരം തരുന്ന ഒരു സർക്കാർ ഈ നാട്ടിലുണ്ട്. ആ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളാകുവാൻ നമുക്ക് ആരുടെയും കാല് പിടിക്കേണ്ട ഗതികേട് ഇനിയും ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്ന തിരിച്ചറിവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം തയ്യാറാകേണ്ടത്. നമുക്കറിയാം ഈ നാട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ത്രിപുര നമ്മുടെ മുൻപിലുണ്ട്. അവിടെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അമ്പരപ്പിച്ചുകൊണ്ട് ത്രിപുരയുടെ ഭരണം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് BJP നേതൃത്വം കൊടുക്കുന്ന NDAക്ക് സാധ്യമായത്. അതുപോലെ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ വികസനം സ്വപ്നം കാണുന്ന, കേരളത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഓരോരുത്തരായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പാലം പണിയാൻ ഏൽപ്പിച്ച സമയത്ത്
ഞാൻ പറഞ്ഞ സമയത്തിന് മുൻപേ പാലം പണിഞ്ഞു കഴിഞ്ഞു, ഇതാ ഇത്രയും രൂപ അതിൽ ബാക്കിയുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് സർക്കാരിലേക്ക് ആ പൈസ തിരിച്ചടയ്ക്കാൻ തയ്യാറായിട്ടുള്ള, ലോകം പോലും ഗുരുതുല്യനായിട്ട് കണ്ട് ആരാധിക്കുന്ന, അഭിമാനിക്കുന്ന ഈ ശ്രീധരനെ പോലെയുള്ള മെട്രോമാൻമാര് ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുവാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുന്ന ആ സ്ഥാനാർത്ഥിയുടെ കാലിൽ വീണ് അനുഗ്രഹം തേടുന്ന യുവജനങ്ങളെ കാണാൻ സാധിക്കുന്ന നാടായിട്ട് നമ്മുടെ കേരളം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്. ഈ നാടിന്റെ ജനത ഒരു പരിവർത്തനം ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 60 വർഷത്തിൽ പരമായിട്ട് ഓരോ 5 വർഷക്കാലം കൂടുന്ന സമയത്തും ഇടതനെയും വലതനെയും മാറി മാറി പരീക്ഷിച്ച ദുരന്തത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനതയെയാണ് ഇത്തവണ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കേവലം വെറും വാക്കായിട്ടോ അല്ലെങ്കിൽ പൊള്ളയായ വാക്കായിട്ടോ അമിതമായ ആത്മവിശ്വാസത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നടത്തുന്ന വീമ്പ് പറച്ചിലായിട്ടോ ആരും കാണേണ്ട ആവശ്യമില്ല. ഇതാണ് ഇന്ന് കേരളം കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് നമ്മൾ തിരിച്ചറിയണം. കുറച്ച് നാളുകൾക്ക് മുൻപ് ബീഹാറിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. ആ ഫലങ്ങൾ പുറത്തു വന്ന സമയത്ത് എല്ലാവരും ഒറ്റ സ്വരത്തില് ഐകകണ്ഠേന പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, ഇത്തവണ ബീഹാറില് ദേശീയ ജനാധിപത്യ സഖ്യം അപ്രസക്തമാകാൻ പോകുന്നു. അവിടെ വിശാല സഖ്യം അതാണ് ഇത്തവണ അവിടെ ഭരണത്തിലേക്ക് പോകാൻ പോകുന്നത് എന്നൊക്കെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന സമയത്ത് പലരും അത് ആഘോഷിച്ചു, പ്രത്യേകിച്ച് കേരളത്തില്. അങ്ങനെ ബീഹാറിന്റെ ഫലം വരുന്ന ദിവസം രാവിലെ 7:30 തൊട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ എന്ന് പറയുന്നവർ ചാനലിൽ കയറിയിരുന്ന് ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. 8 മണിക്ക് ആദ്യ ഫലം പുറത്തു വന്നു തുടങ്ങി. പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ബാലറ്റ് പേപ്പറുകൾ, പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ സമയത്ത് ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ നടത്തിയവരുടെയും ഒക്കെ വാക്കുകൾ ശരിയാകുന്നല്ലോ എന്ന് അമ്പലപ്പോടുകൂടി നോക്കിയിരിക്കേണ്ടി വന്ന അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായി. കാരണം 10:30 വരെ ദേശീയ ജനാധിപത്യ സഖ്യം വളരെ പുറകിലായിരുന്നു. അത് കണ്ട സമയത്ത് ഇനി TV അങ്ങ് ഓഫ് ചെയ്തേക്കാം, ഈ പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെയാണ് യാഥാർത്ഥ്യമാകുന്നത്, കേന്ദ്രത്തില് ഇത്രയും വലിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടും ബീഹാർ ഇത്തവണ കയ്യിൽ നിന്നില്ലല്ലോ അല്ലെങ്കിൽ കൂടെ നിന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് TV ഓഫ് ചെയ്യാൻ പോയ നമ്മൾ ഓരോരുത്തരും 10:30 ശേഷം 11 മണിയോട് കൂടിയിട്ട് അതിൽ മാറ്റം വരുന്നത് നമ്മൾ കണ്ടു. ബീഹാറിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളില് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മുണ്ട് മുറുക്കിയെടുത്ത് പകലന്തിയോളം പണിയെടുക്കേണ്ടി വരുന്ന സാധാരണക്കാരായ ജനതകൾ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നും വോട്ടെണ്ണാൻ തുടങ്ങിയ സമയത്ത് ദേശീയ ജനാധിപത്യ സഖ്യം, എത്രയോ പുറകിൽ കിടന്ന ദേശീയ ജനാധിപത്യ സഖ്യം അതിവേഗം മുൻപിലേക്ക് കുതിച്ചു വരുന്നത് നമ്മൾ കാണാൻ സാധിച്ചു. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ബീഹാറിലേക്ക് ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നു. ആ നാട്ടിലെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അവരെ അഭിനന്ദിച്ചുകൊണ്ട് അന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയുവാനുള്ളത്. യാതൊരു തരത്തിലുള്ള ആരവങ്ങളുമില്ലാതെ, ആർപ്പുവിളികളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ എവിടെയൊക്കെയോ ഒതുങ്ങിയിരുന്നു കൊണ്ട് വ്യക്തമായ തീരുമാനമെടുത്തുകൊണ്ട് ഒരു പരിവർത്തനം ഈ നാട്ടിൽ ആവശ്യമാണ്, ഈ നാടിന് വികസനം ആവശ്യമാണ്, ഈ നാടിന് പുരോഗതി ആവശ്യമാണ്, അഭിമാനത്തോടും അന്തസ്സോടും കൂടി ഈ നാട്ടിൽ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു അവകാശവാദവും ഉന്നയിക്കാതെ ഭാരതത്തിന്റെ ഒരു സംസ്ഥാനമായിട്ടുള്ള ബീഹാറിന്റെ ഏതൊക്കെയോ ഗ്രാമങ്ങളിൽ നിശബ്ദരായിട്ടിരുന്നു കൊണ്ട് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ നിങ്ങളെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത് എന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു. അതുതന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. ഇത്തവണ ഏപ്രിൽ 6-ാം തീയതി നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ട് മെയ് മാസത്തിൽ അതിന്റെ റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് ഈ കേരളത്തിന്റെ ജനതയെ അഭിനന്ദിക്കുന്നതിനുള്ള അവസരം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്.
കള്ളക്കടത്തിന്റെ പേരില്, അഴിമതിയുടെ പേരില് ഒക്കെ നമ്മളെ നാണം കെടുത്തിയ ഒരു ഭരണകൂടത്തിന്റെ കൈകളിലേക്ക് ഇനിയും നമ്മുടെ 5 വർഷക്കാലം വെച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനമായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. സ്വന്തം കുഞ്ഞുങ്ങളുടെ 9ഉം 13ഉം വയസ്സായ 2 പിഞ്ചു മക്കളുടെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട്, അവരെ ബലാത്സംഗം ചെയ്ത് കൊന്നത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട്, സ്വന്തം തല മുണ്ഡനം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരു അമ്മയ്ക്കും ഇനി സഞ്ചരിക്കാനുള്ള ഗതികേട് ഉണ്ടാകരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സമ്മതിദാനാവകാശം നാം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകേണ്ടത്. അയ്യന്റെ പേരില്, അയ്യപ്പന്റെ പേരില് നമ്മളെ വഞ്ചിച്ച കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ അഭിമാനത്തിന് മുകളിൽ ഈ കേരളത്തിലെ പോലീസിന്റെ സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ മുഴുവൻ യൂണിഫോമും കൊടുത്തുകൊണ്ട്, രഹ്ന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും പോലെയുള്ളവരെ മല ചവിട്ടിച്ചുകൊണ്ട് നമ്മുടെ അഭിമാനത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ തയ്യാറായ ഒരു സർക്കാരിനോടുള്ള നമ്മുടെ പ്രതിഷേധമായിരിക്കണം നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശത്തിലൂടെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകേണ്ടത്. ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങളുടെയും കാര്യങ്ങളുടെയും മുൻപിൽ നിന്നുകൊണ്ട് ഈ നാടിന്റെ ജനത നിശബ്ദമായിട്ട് പ്രതികരിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഈ തിരഞ്ഞെടുപ്പിൽ ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ വട്ടിയൂർക്കാവിൽ നിന്നും കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നിരിക്കാൻ പോകുന്നത് ശ്രീമാൻ VV രാജേഷ് അല്ലാതെ മറ്റൊരാളുമായിരിക്കുകയില്ല എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. അതിനുള്ള അവസരം ശ്രീ പത്മനാഭസ്വാമി നമുക്ക് തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.